Good morning, welcome to my YouTube channel. ഇത് നമ്മുടെ ഒരു ഓണം സ്പെഷ്യൽ വ്ളോഗാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം. ഇന്ന് പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല. നമ്മൾ പൂക്കളം ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. സോ ഇന്നലെ നമ്മൾ പൂക്കളം ഇട്ട് വന്നപ്പോൾ തന്നെ 5 മണിയായി. അപ്പോൾ പൂക്കളം കഴിഞ്ഞു. ഇനി നമ്മൾ കുളിച്ച് ഇവിടെ തൃക്കാക്കര അമ്പലത്തിൽ പോകും. തൃക്കാക്കര അമ്പലം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ജസ്റ്റ് മുന്നിലാണ്. അപ്പോൾ ഇന്ന് കൊടി ഇറങ്ങുന്ന ദിവസമാണ്. അപ്പോൾ അവിടെ പോയി നമുക്ക് പറ നിറയ്ക്കാറുണ്ട്. സോ പറ നിറച്ച് വരുമ്പോഴേക്കും അച്ഛനും അമ്മയും പോയി ഓണസദ്യ വാങ്ങിയിട്ട് വരും. നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങിയിട്ട് വരും. അത് കഴിഞ്ഞ് ചുമ്മാ സാരിയൊക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുക. ആൻഡ് ചുമ്മാ അങ്ങനെ ചില്ല് ചെയ്തിരിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. പ്രത്യേകിച്ച് വേറെ പ്ലാൻസോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ കാണാം. സോ ആദ്യം തന്നെ നമ്മൾ ഇന്നലെ പൂ വാങ്ങിക്കാൻ പോയത് തൊട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കണ്ടിട്ട് വരാം. നമ്മൾ തിരിച്ചെത്തിയിട്ട് പൂക്കളത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസൊക്കെ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഈവനിങ് തൃക്കാക്കര അമ്പലത്തിൽ പോയിട്ട് ഡിന്നറും കഴിഞ്ഞാണ് ഈ പൂക്കളൊക്കെ വാങ്ങിക്കാൻ പോയത്. അപ്പോൾ തിരിച്ചെത്തിയപ്പോൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ അച്ഛൻ വേഗം തന്നെ ഉറങ്ങി. ഞങ്ങൾ 3 പേരാണ് പൂക്കളൊക്കെ ശരിയാക്കാൻ വേണ്ടി ഇരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അമ്മയും സൈഡാവും. പിന്നെ ഞങ്ങൾ 2 പേരും മാത്രമാണ് ബാക്കിയൊക്കെ ചെയ്യണത്. നമ്മൾ പൂക്കളം വരയ്ക്കാൻ കുറച്ച് ടൈം എടുത്തു കേട്ടോ. ഒന്നാമത്തെ കാര്യം ഡിസൈൻ കണ്ടുപിടിക്കാൻ തന്നെ ടൈം എടുത്തു. നമ്മൾ ഈ 10 ദിവസത്തിലാകെ തിരുവോണത്തിന് വേണ്ടി മാത്രമാണ് പൂക്കളം ഇടാറ്. പണ്ടൊക്കെ തറവാട്ടിലാകുമ്പോൾ നമ്മൾ എല്ലാ ദിവസവും 10 ദിവസം നമ്മൾ പൂക്കളം ഇടും. കസിൻസ് എല്ലാവരും ഉണ്ടാവും. നമ്മൾ 8-10 പേര് കൂടി ചേർന്നാണ് ചെയ്യണത്. അപ്പോൾ ഞാനെന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും ചെറുതാണ്. സെക്കൻഡ് ലാസ്റ്റൊക്കെ ആയി വരും. അപ്പോൾ എൻ്റെ സൈഡിൽ നിന്നുള്ള എഫേർട്ട് തീരെ വേണ്ടി വരാറില്ല. ബട്ട് ഇവിടെ നമ്മൾ 2 പേരും മാത്രമായതുകൊണ്ട് നമ്മുടെ 2 പേരുടെയും ഈക്വൽ എഫേർട്ട് വേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ടൈം കുറച്ചെടുത്തു. ബട്ട് ഒന്ന് ചെയ്തു വന്നപ്പോൾ ആ ഫ്ലോയിൽ അങ്ങ് പോയി. എല്ലാം ചെയ്തു വന്നപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു പൂക്കളായി. അത് കഴിഞ്ഞ് സമയം നോക്കിയപ്പോഴാണ് 5 മണിയായി. രാത്രി 12:30 തുടങ്ങിയ പൂക്കൾ 5 മണിക്കാണ് തീർന്നത്. നമ്മളങ്ങനെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിലേക്ക് പോയി. നമുക്കിന്ന് പറ നിറയ്ക്കാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ 9 ആനകളായിരുന്നു. കുറച്ച് നേരം കൊട്ടൊക്കെ കേട്ടിരുന്ന് പിന്നെ തിരിച്ച് വീട്ടിൽ പോയി. Get ready with us. വേഗം റെഡിയായിട്ട് വേഗം സദ്യ കഴിക്കാനായിട്ട് ഓടി. കാരണം മാമനും അമ്മായും ഒക്കെ എത്തിക്കഴിഞ്ഞവരൊക്കെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പോയി സദ്യ കഴിക്കാം.
അങ്ങനെ നമ്മൾ സാരിയൊക്കെ ഊരി വച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6 മണിയാവാറായി. കാരണം നമ്മൾ ലേറ്റായി, നമ്മൾ റെഡിയായി വന്നപ്പോൾ കുറച്ച് ലേറ്റായി. അത് കഴിഞ്ഞ് സദ്യ കഴിച്ചു, കണ്ടല്ലോ ഫോട്ടോസും. പിന്നെ നമ്മൾ കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുത്തു. പറ്റി ഞാൻ ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് ഇനി ഇവിടെ അമ്പലത്തിൽ വീണ്ടും പോകാനൊരു പ്ലാൻ ഉണ്ട്. അറിയില്ല, പോവുകയാണെങ്കിൽ ഞാൻ അത് കാണിക്കാം. പിന്നെ ചിലപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പുറത്തു പോകും. അപ്പോൾ അതാണെങ്കിൽ അതിൻ്റെയും ചെറിയ ബിറ്റ്സ് ഞാൻ കാണിക്കാം. നമ്മൾ ഡിന്നർ പ്ലാൻ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഫലൂഡ കഴിക്കാനാണ് വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഫലൂഡ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും അമ്പലത്തിലേക്ക് പോവുകയാണ്. നമ്മളവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമ്മൾ കുറച്ച് ഗെയിംസൊക്കെ കളിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോവും. ഇനി ലേറ്റ് നൈറ്റ് ഇവിടെ വെടിക്കെട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ബാൽക്കണിയിൽ നിന്ന് സുഖമായിട്ട് കാണാൻ പറ്റും വെടിക്കെട്ട്. അത് താഴേന്നാണല്ലോ മേലേക്ക് വരുന്നതൊക്കെ നൈസാണ്. സോ ഇതോടുകൂടി നമ്മുടെ ഓണം കലാപരിപാടികൾ അവസാനിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.